ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അച്ഛന്റെ ഒപ്പം നിന്ന് ബിസിനസ് ചെയ്ത കാലം തൊട്ട് തുടങ്ങിയതാ നിന്റെ അപ്പന്റെ ചോറിച്ചില്. അതന്ന് ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ ബിസിനസ് ചെയ്തോണ്ടാവും. പക്ഷെ ബിസിനസ് മാറ്റി പിടിക്കുമ്പം എല്ലാം ശരിയാകുമെന്ന് എന്റെ അച്ഛനും അങ്ങ് കരുതി. പക്ഷെ നിന്റെ അച്ഛൻ മാറിയില്ല. പകരം ഒന്നിച്ചുണ്ടാക്കിയതൊക്കെ ഒറ്റയ്ക്ക് വാങ്ങി കൂട്ടിയിട്ട് എന്റെ അച്ഛനെ അങ്ങ് മാറ്റി. ബിസിനസ്സുകളിൽ നിന്നെല്ലാം അങ്ങ് ഒഴിവാക്കി. എന്റെ മുത്തച്ഛൻ എന്റെ അച്ഛനോട് പണ്ടേ പറഞ്ഞതാ നിന്റെ അപ്പൻ ചതിക്കുമെന്ന്. പക്ഷേ എന്റെ അച്ഛൻ അത് കേട്ടില്ല. ഓ, ആത്മാർത്ഥ സുഹൃത്തല്ലേ. പക്ഷേ ആ ആത്മാർത്ഥ സുഹൃത്തിന്റെ ചതിയിൽ നിന്നാ എന്റെ അച്ഛൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇനി എന്റെ അച്ഛന്റെ തലേ കയറാൻ അങ്ങേര് വന്നാൽ നിന്നെ പോലും ഞാൻ നോക്കുകയല്ല. ഇതിപ്പോ പണ്ടത്തെ ഹിന്ദി പടം പോലെ ആവുമല്ലോ. വില്ലന്റെ മകളെ നായകൻ പ്രേമിക്കുന്നു. പ്രേമിക്കല് മാത്രമേ ഉള്ളൂ? അതോ സിനിമയിലേക്ക് പോലെ ക്ലൈമാക്സിൽ നീ എന്നെ കെട്ടുവോ? വില്ലനെ കൊന്ന് നായികയെ നായകൻ സ്വന്തമാക്കുന്നതാണ് ക്ലൈമാക്സ് എങ്കിൽ ഞാൻ റെഡിയാണ്. നീ ഇങ്ങനെയാണ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നെങ്കിലേ പിന്നെന്തിനാ നീ എന്നെ പ്രേമിച്ചത്? പ്രതികാരം വീട്ടാനായിരുന്നു അല്ലേ? ഇങ്ങനെയാണെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ആ, പോണ്ടെങ്കി പോണ്ട. നിന്റെ അച്ഛനാണ് എന്നെ ജയിലിൽ കയറ്റിയത്. എനിക്ക് മയക്കുമരുന്നുമായി ബന്ധമുണ്ടെന്നും എനിക്കതിന്റെ കച്ചവടമുണ്ടെന്ന് തെളിവുണ്ടാക്കിയതും നിന്റെ പുന്നാര ചേട്ടനാ. അവരോട് രണ്ടുപേരോടുള്ള എന്റെ വൈരാഗ്യത്തിനും പ്രതികാരത്തിനും ഇനി എത്ര കാലം കഴിഞ്ഞാലും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. പിന്നെ അതുമായിട്ട് നമ്മുടെ പ്രേമത്തെ കൂട്ടിക്കൊഴിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. കുടുംബം വേറെ, പ്രേമം വേറെ. നിനക്ക് നിന്റെ അച്ഛനെ പറയുന്ന വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നമുക്ക് ഈ ബന്ധം തുടരണ്ട. അപ്പൊ പിന്നെ എനിക്ക് മുന്നും പിന്നും നോക്കാതെ രണ്ടുപേരുടെയും പണിക്കുറ്റം അങ്ങ് തീർക്കാലോ. എടാ, ഇനി നീ എന്റെ അപ്പനെ പറഞ്ഞ വിവരം അറിയും കേട്ടോ. എന്റെ ശ്വാസം നിലയ്ക്കുന്നവരെ അങ്ങേരെ ഞാൻ ചീത്ത പറയും. തരത്തിന് കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യും. പോട മരമാക്കറി. വെച്ചിട്ട് കൂടി കൊരങ്ങേ. ദേ, നീ എന്റെ കൈകൊണ്ട് ചാവുള്ളൂ കേട്ടോ. എന്നാ നീയും എന്റെ കൈയുടെ ചാവത്തുള്ളടി. കാണാടാ. ആ, കാണാം. വെച്ചിട്ട് പോടി. കുറച്ച് കൂടി പോയോ? കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവായിരുന്നു. ഒരു സോറി അങ്ങ് പറഞ്ഞാലോ? ഞാനല്ലേ സോറി പറയേണ്ടത്? പറഞ്ഞേക്കാം. അപ്പോ മാപ്പ് പറയാനൊക്കെ അറിയാം. അവൻ ക്ഷമിക്കുമായിരിക്കും. എന്നാ ഞാനും പറഞ്ഞേക്ക ഒരു സോറി. എത്ര ദേഷ്യക്കാരനാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ശുദ്ധനാ. ഒരു ശിവോഹക്കാരൻ.